ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്ലറ്റ് മിഠായിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ കപ്ലറ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനൊരു 250 കപ്ലറ്റ് മേടിച്ചത്, പിന്നെ ഒരു 200 ശർക്കര, കുറച്ച് ഏലക്കാപ്പൊടി എടുത്തിരിക്കുന്നത് മണത്തിന്. നമുക്ക് ഈ കപ്പലണ്ടിയിലെ അഴുക്കൊക്കെ കളഞ്ഞ് പൊട്ട കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി കളഞ്ഞ് നമുക്കിത് നന്നായി ഒന്ന് വറുത്തെടുക്കണം. നമുക്കിത് വറുക്കാം. നമ്മുടെ പാത്രം ചൂടായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിന്ന് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം. എന്നിട്ട് കുറച്ച് നന്നായി ഇളക്കി വറുത്തെടുക്കാം. നമ്മുടെ കപ്പലണ്ടി നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കും. അത് സ്റ്റവ് ഓഫ് ആക്കാം. എന്നിട്ട് ഈ ചട്ടിയിൽ തന്നെ നമുക്ക് വെച്ച് കുറച്ച് നേരം ഇളക്കി നിന്നാൽ പെട്ടെന്ന് അത് ചൂടാറിക്കോളും. നമുക്ക് ശർക്കര ഉരുക്കാം. അപ്പോൾ ഞാൻ ശർക്കര പൊടിച്ച് വെച്ചത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാനാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. പിന്നെ ഒരു അര ഗ്ലാസ് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരിയിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത കപ്പലണ്ടി ഇങ്ങനെ നന്നായി 2 കൈ കൊണ്ട് കൂട്ടി തിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ നന്നായി പൊടിഞ്ഞിട്ട് അത് മുഴുവൻ കപ്പലണ്ടി പകുതി കൂടിയായിട്ട് കിട്ടണം. അത് നന്നായി ഒന്ന് കൂട്ടി തിരിഞ്ഞാൽ മതി. നമുക്കത് നന്നായി ചെയ്ത് ഇതിൻ്റെ തൊലിയൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് വരാം. നമ്മുടെ കപ്പലണ്ടി തൊലിയൊക്കെ കളഞ്ഞ് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തൊലി കളയുമ്പോൾ അതിൽ വല്ല കേടുള്ള കപ്പലണ്ടിയൊക്കെ എടുത്ത് കളഞ്ഞോളാം. ഇനി അത് തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇത് പരത്തണതിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് പരത്തി കൊടുക്കാം. ശർക്കര ഉരുക്കിയത് വരുമ്പോൾ നമുക്കിതൊന്ന് പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പലയുടെ ഇതുണ്ടല്ലോ പരത്തണത്, അതും നെയ്യ് പരത്തി വെച്ചോളാം. നമുക്ക് ശർക്കര പാനി ഉരുക്കി അത് ശരിയാക്കാം. അടിക്കട്ടിയുള്ള ഒരു പാത്രം വെച്ചോളൂ ശർക്കര ഉരുക്കുമ്പോൾ നമുക്ക് ഇളക്കാനൊക്കെ ആയിട്ട്. അതിന് നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒരു നൂല് പരുവാവണ വരെ നമുക്കിത് നന്നായി ഇളക്കണം കേട്ടോ. നന്നായി തിളച്ച് വറ്റട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഏതാണ്ട് ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ തീയൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ നമ്മളിത് നൂല് പാകമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതിൽ നിന്ന് ഒരു തുണ്ട് ഇങ്ങോട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഉരുണ്ട് വരും. ഇതിപ്പോൾ കുറേശ്ശെ ഉരുണ്ട് ഒടിഞ്ഞിട്ടുണ്ട്, ആയിട്ടില്ല. നല്ല തിക്കായിട്ട് വരുമ്പോൾ ആണ് നമ്മളിതാവുള്ളൂ കേട്ടോ. കുറച്ചും കൂടി അപ്പോൾ തീ കൂട്ടുണ്ടാക്കി കുറച്ചിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഈ സമയത്ത് നമ്മുടെ ഏലക്കാപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അത് എൻ്റെ മണം അതിലേക്ക് എല്ലാം അതിലേക്ക് ആയിക്കോളും. നന്നായി ഇളക്കാം. ഇനി പെട്ടെന്ന് അത് കട്ട് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീ നന്നായി കുറച്ചിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഇതേപോലെ വെള്ളത്തിലൊന്ന് ഒറ്റ വെച്ച് നോക്കിക്കോളും. ആയിട്ടില്ല.
നമ്മുടെ കപ്പലണ്ടി മിഠായി നല്ല ടേസ്റ്റിലും നല്ല മുറുക്കത്തിലും ഇരിക്കണമെങ്കിൽ നമ്മുടെ ശർക്കര പാനി നല്ല പാവ് ശരിക്കാവണം, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പലണ്ടി അതിലിട്ട് തീ കുറച്ച് നമുക്ക് ഈ കപ്പലണ്ടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. എനിക്ക് നന്നായി ഇളക്കി തീ കൂട്ടണ്ട കേട്ടോ, തീ കുറച്ചിട്ട് തന്നെ. നമുക്കിത് നമ്മൾ ആ നെയ്യ് പറ്റി വെച്ച പാത്രമില്ലേ അതിലേക്ക് ഒന്ന് പരത്തി കൊടുക്കാം. നന്നായി പരത്തി നമുക്ക് പരത്തി കൊടുക്കാം. നന്നായി എല്ലാ ഭാഗവും ഇങ്ങനെ അമർത്തി കൊടുത്ത് നന്നായി നമ്മൾ പലയോ ഇത് ഒടിച്ചിട്ട് ചപ്പാത്തി പോലെയാട്ടെ ഈ റോളിട്ട് നന്നായി അങ്ങോട്ട് പരത്തി കൊടുക്കും. നെയ്യ് ഉണ്ടാകുമ്പോൾ നമുക്കത് പരത്താൻ പറ്റില്ല, കാരണം നെയ്യില്ലാത്ത കാരണം നമുക്കത് പരത്തിയെടുക്കാൻ പറ്റില്ല. നന്നായി ഇതൊന്ന് ചൂടാകണം. അപ്പോൾ അതിന് മുന്നേ നമുക്കിതൊന്ന് മുറിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ഇത് കട്ടയായി കഴിഞ്ഞാൽ തന്നെ നമുക്കത് മുറിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് മുറിച്ച് വയ്ക്കണം കേട്ടോ. ഞങ്ങൾക്ക് കത്തിയുമ്പം കുറച്ച് നെയ്യ് പറ്റി കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് മുറിച്ച് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് ചൂടാറാൻ വയ്ക്കാം. ചൂടാറി കഴിയുമ്പോൾ നമുക്കത് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി മിഠായി റെഡി ആയിട്ടുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ കാര്യം ചെയ്യേണ്ടത് നമ്മുടെ ശർക്കര പാനി ഉരുക്കുമ്പോൾ അതിൻ്റെ ആ നൂല് പാവം അത് കറക്റ്റായിരിക്കണം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി നല്ല തിക്കായി നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അത് ഇങ്ങനെ പിരിപിരി തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു.